ഷഹീൻപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയുള്ള രാജ്നാഥിന്റെ മകൻ അഖിൽ തന്റെ ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു. രാജ്നാഥും അദ്ദേഹത്തിന്റെ ഭാര്യ ശില്പയും അവൻ വരുന്നത് കൊണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു. അഖിൽ വീട്ടിലേക്ക് വന്നതും തന്നെ അവന്റെ അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അയ്യോ, എന്റെ മോൻ എത്തി. ഇപ്പോൾ നീ ഡോക്ടർ ആയിരിക്കുന്നു മോനെ. ഇതിനു മുൻപ് ഒരിക്കലും രാജ്നാഥ് ഇത്ര സന്തോഷമായി ഇരുന്നിട്ടില്ല. അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, മോനെ, ഈ ഗ്രാമത്തിൽ വെച്ചെന്നെ നീ എന്റെ പേര് പ്രബലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നിന്റെ മുത്തശ്ശി ഇവിടെ ഇരുന്നിരുന്നാൽ നിന്നെ കണ്ട് തീർച്ചയായിട്ടും അഭിനന്ദിച്ചിരിക്കും. അച്ഛാ, ഇതൊക്കെ നിങ്ങൾ തന്നതാണ്. പിന്നെ മുത്തശ്ശൻ കാരണം കൊണ്ടല്ലേ എനിക്കൊരു ഡോക്ടർ ആവാൻ സാധിച്ചത്. അഖിലിന്റെ അമ്മ ശില്പ അവനോട് ചോദിച്ചു, മകനെ, നീ നഗരത്തിലേക്ക് എപ്പോഴാ മോനെ തിരിച്ചു പോകുന്നേ? അതേ മോനെ, എന്റെ മനസ്സിലും ഇതേ ചോദ്യം തന്നെയാണ് ഉള്ളത്. നഗരത്തില് കുറെ ഹോസ്പിറ്റലുണ്ട്. നീ ഏതിലും വേണമെങ്കിലും ജോലി ചെയ്തോ. അത് പിന്നെ അമ്മേ, അച്ഛാ. എന്തു പറ്റി മോനെ? എന്താ പ്രശ്നം? അതില് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? അമ്മേ, അച്ഛാ, ഞാൻ നഗരത്തിലേക്ക് പോവാൻ പോകുന്നില്ല. ഞാൻ ഗ്രാമത്തിൽ ജനങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പോവാണ്. മോനെ, നീ എന്തായി പറയുന്നത്? നിനക്കറിയാമല്ലോ, ജമീന്ദാർ പ്രദീപ് ആരെയും ഈ ഗ്രാമത്തിൽ മരുന്ന് കട വെക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അറിയാമേ, എനിക്ക് നന്നായിട്ട് അറിയും. ആര് കാരണം എന്റെ മുത്തശ്ശന്റെ ജീവൻ പോയോ അത് ഞാൻ എങ്ങനെയാ മറക്കുക? അഖിൽ തന്റെ കടന്ന കാലം ചിന്തിച്ചു നോക്കി. ആ കടന്ന കാലം ചെറിയ പ്രായത്തിൽ അവന് വലിയ മുറിവുണ്ടാക്കി. ഇതെപ്പോൾ സംഭവിച്ചെന്നാൽ അഖിലിന് അപ്പോൾ 9 വയസ്സാണ്. അവന്റെ മുത്തശ്ശൻ അവനെ കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിൽ ചുറ്റി വരുമായിരുന്നു. അവന്റെ മുത്തശ്ശൻ റിട്ടയർഡ് ആയി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഗ്രാമത്തിൽ അഖിലിനോടൊപ്പം ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ അഖിൽ പറഞ്ഞു, മുത്തശ്ശ, മുത്തശ്ശ, ഞാൻ വലിയവനായി ആരാകണം? നീ വലിയ മനുഷ്യനായതിനു ശേഷം ഒരു നല്ല മനുഷ്യനെ ജീവിക്കേ. ഈ ലോകത്ത് വെച്ച് അതാണ് ഒരുപാട് കഷ്ടമായ ജോലി. അത്യാഗ്രഹം ഇല്ലാതെ നീ ജനങ്ങൾക്ക് സഹായിക്കണം. ആരെയും ഏത് സമയത്തും പറ്റിക്കരുത്. അങ്ങനെ ഏതേലും സമയത്ത് ആ അവസ്ഥ വന്നാൽ എല്ലാ കഷ്ടത്തിനും നീ ഒറ്റയ്ക്ക് തന്നെ ഏൽക്കണം. മുത്തച്ഛ, അതിനെന്താണ് അർത്ഥം? മനസ്സിലാക്കി തരാം മോനെ. നിനക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും തന്ന് അവർക്ക് നന്നായിട്ട് സഹായം ചെയ്യണം. അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് നിനക്ക് ഒരുപാട് കഷ്ടം വന്നാൽ ഒരു സംശയമില്ലാതെ ആ കഷ്ടത്തെ നീ തന്നെ ഏൽക്കണം. ഈ ഒരു നല്ല കാര്യം മാത്രമാണ് ബാക്കിയുള്ള ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ തനിച്ചു നിൽക്കാൻ പഠിക്കുക. മുത്തച്ഛനും അഖിലും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ മുത്തച്ഛന് ശ്വാസം മുട്ടാൻ തുടങ്ങി. മുത്തച്ഛ, മുത്തച്ഛ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അഖിൽ അവിടെ നിന്നും വീട്ടിലേക്ക് ഓടി. അവന്റെ അച്ഛൻ പാടത്തു നിന്നും തിരികെ വരികയായിരുന്നു. അച്ഛാ, പെട്ടെന്ന് മുത്തച്ഛന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ശ്വാസം വിടാനാകാതെ നിലത്ത് വീണുപോയി. ഇത് കേട്ടതും രാജ്നാഥ് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ നല്ല മോശമായ അവസ്ഥയിലായിരുന്നു. അദ്ദേഹം സഹായം ചോദിച്ച് നിലവിളിച്ചു, സഹായിക്കണേ, സഹായം, ആരെങ്കിലും എന്നെ സഹായിക്കണേ. സഹായം എന്ന ശബ്ദം കേട്ടതും ഒരാൾ രാജ്നാഥിന്റെ അടുത്തേക്ക് നടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ സഹായിക്കാം. എന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്. ഇദ്ദേഹത്തിനെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം. ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ആസ്പത്രി ഒരുപാട് ദൂരാണല്ലോ. പക്ഷെ ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയാലേ പറ്റൂ. വരൂ, വേഗം തയ്യാറാവൂ. രാജ്നാഥും ആ ആളും കൂടി അഖിലിന്റെ മുത്തശ്ശനെ ജമീന്ദാറിന്റെ ഹോസ്പിറ്റലായ പ്രദീപിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവർ ഹോസ്പിറ്റലിന്റെ വാതിലിലേക്ക് ചെന്നപ്പോൾ ജമീന്ദാർ ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിക്കൂ, നിക്കൂ. ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം ഇദ്ദേഹത്തിന് നെഞ്ചുവേദനയാണെന്ന്. ജമീന്ദാരെ, എന്റെ അച്ഛനെ എങ്ങനെയും രക്ഷിക്കണം. അദ്ദേഹത്തിന് ശ്വാസം വിടാൻ കഴിയുന്നില്ല. അതിരിക്കട്ടെ, അതിന് 3 ലക്ഷം രൂപ ചെലവാവും. ഇദ്ദേഹത്തിന് ആദ്യം അഡ്മിറ്റ് ചെയ്യൂ. ഞാൻ പൈസക്ക് എന്തെങ്കിലും ഏർപ്പാടാക്കി കൊണ്ടുവരാം. ശരി, അകത്ത് വിളിച്ചുകൊണ്ട് പോകൂ. ഒരു കാര്യം, നിങ്ങളുടെ ഈ അഴുക്ക് കൈകൊണ്ട് ചുമരിലൊന്നും കൈവച്ചേക്കരുത്. പിന്നെ നിങ്ങളുടെ അച്ഛനെ ഈ വണ്ടിയിൽ തന്നെ കടത്തിയാ മതി. രാജ്നാഥ് അദ്ദേഹത്തിന്റെ അച്ഛനെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചിരുന്നു. അതായത് അദ്ദേഹം മരിച്ചുപോയി. ഇക്കാര്യം ആ 9 വയസ്സ് കുട്ടിയുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. മോനെ, ആ സംഭവങ്ങളൊക്കെ നടന്നിട്ട് എത്ര വർഷങ്ങളായി? അതൊക്കെ മറന്നേക്ക്. നിന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുമോനെ. നടന്ന സംഭവത്തിൽ നിന്റെ പേരിൽ യാതൊരു തെറ്റുമില്ല. നീ ഒരു കുട്ടിയായിരുന്നു. ആ സമയത്ത് നിന്നെ കൊണ്ട് എന്തു ചെയ്യാനാകും? അമ്മേ, ആ 9 വയസ്സ് പയ്യൻ, അതായത് ഞാന്, അന്ന് ആരും എന്റെ മേലെ പഴിയൊന്നും ചാർത്തിയിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്റെ മേലെ പഴി ചുമത്തി.
അത് വേറെ ആരുമില്ല, എന്റെ മനഃശക്തിയാണ്. മുത്തശ്ശനെ രക്ഷിച്ചിരിക്കാമേ. ഹോസ്പിറ്റല് ഗ്രാമത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നിരുന്നാൽ ഒരാൾ ഇരുന്നിരിക്കണം, ജനങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് സഹായിച്ചിരിക്കണം. അമ്മേ, അച്ഛാ, ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് ഇരുന്നുകൊണ്ട് ഒരു ചെറിയ ക്ലിനിക് ഒന്ന് ഓപ്പൺ ചെയ്യണം. നമുക്ക് നടന്ന കഷ്ടപ്പാട് ഇനി ഇവിടെ ആർക്കും എപ്പോഴും സംഭവിക്കരുത്. ഇതാണ് എന്റെ തീരുമാനം. ശില്പയും രാജ്നാഥും അതിനുശേഷം അഖിലിനോടൊന്നും മിണ്ടിയില്ല. അഖിലിന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കാശ് വെച്ച് ഗ്രാമത്തിൽ ഒരു ക്ലിനിക് ഓപ്പൺ ചെയ്തു. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചികിത്സയ്ക്കായി അവന്റെ അടുത്തേക്ക് വന്നു. ജമീന്ദാർ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ജനങ്ങളോട് ഒരുപാട് കാശ് വാങ്ങിച്ചു, പ്രത്യേകിച്ച് ഗ്രാമത്തിലെ ജനങ്ങളോട്. കാരണം അദ്ദേഹത്തിന് അറിയാം അവരെ ചികിത്സിക്കാൻ വേറെ യാതൊരു സ്ഥലവും ഇല്ല എന്ന്. പക്ഷെ അഖിൽ എല്ലാം തന്നെ മാറ്റിമറിച്ചു. ഒരു ദിവസം ഇതുപോലെ അഖിൽ തന്റെ ക്ലിനിക് മൂടിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ വയസ്സായ ഒരാൾ അവന്റെ അടുത്തേക്ക് വന്നു. ഇത് അതേ ആളാണ്. ഇദ്ദേഹമാണ് അന്ന് രാജ്നാഥിന്റെ അച്ഛനെ കൈവണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം അഖിലിനടുത്ത് വന്നു നിന്നു. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, മോനെ, നീ വലിയ മനുഷ്യനായിരിക്കുന്നു. ഞാൻ എന്താണോ ആലോചിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അവസാനം നീ ഒരു ഡോക്ടർ തന്നെ ആയിരിക്കാണ്. ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നെ ക്ഷമിച്ചേക്കും മോനെ. അന്ന് നിന്റെ മുത്തശ്ശനെ എത്ര ശ്രമിച്ചിട്ട് രക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാവരും പറയൂല്ലോ, ഏത് നടക്കണോ അത് നല്ല പോലെ തന്നെ നടക്കുമെന്ന്. ഇന്ന് നീ ഗ്രാമത്തില് ഒരു വലിയ ഡോക്ടറായി വന്ന് നിൽക്കുകയാണ്. ഇത്ര കൊല്ലം ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശ. അന്ന് നിന്റെ മുത്തശ്ശനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം അവസാന സമയത്ത് എനിക്കൊരു കത്ത് തന്നിട്ട് പോയി. അതിലൊരു മായ കമ്പിളി ഫാക്ടറിനെ കുറിച്ച് എഴുതിയിരുന്നു. മായ കമ്പിളിനെ കുറിച്ച്. മോനെ, നിന്റെ മുത്തശ്ശൻ മറ്റൊരു ലോകത്തു നിന്ന് വന്ന ആളാണ്. ആ മനുഷ്യൻ അഖിലിന്റെ കയ്യിൽ ആ ലെറ്റർ നൽകി. എന്നിട്ടൊരു മന്ത്രം പറഞ്ഞു. തൃക്കാലേ വിമനാർത്ത്, കമ്പിളി ഇവിടെ ഇപ്പൊ പ്രതീക്ഷയാകട്ടെ. മന്ത്രം പറഞ്ഞതും തന്നെ അവന്റെ ചെറിയ ക്ലിനിക്കിനടിയിൽ ഒരു കമ്പിളി വന്നു. കണ്ടോ മോനെ, നിന്റെ ഈ ചെറിയ ഹോസ്പിറ്റലിന് നീ എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഞാൻ എന്റെ ജോലി ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് പോകേണ്ട ആവശ്യം വന്നു. നിങ്ങൾ എവിടെയാ പോകുന്നേ? മോനെ, ഞാൻ എപ്പോഴോ മരിച്ചു കഴിഞ്ഞു. നിന്റെ മുത്തശ്ശന്റെ ആഗ്രഹത്തിനെ നിറവേറ്റാനായിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. സമാധാനത്തെ ജീവിക്ക്, സന്തോഷമായി ജീവിക്ക്, ജീവിതത്തിൽ ഉയർന്നിട്ട് പോ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ മാഞ്ഞുപോയി. പിന്നെ അടുത്ത ദിവസം അഖിലിന്റെ ക്ലിനിക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറന്നു ചെന്ന് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കും. ഇക്കാര്യം ജമീന്ദാർ അറിഞ്ഞതും തന്നെ അദ്ദേഹത്തിന് ആകെ അതിശയമായി. ഒരാളും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. ഈ കമ്പിളി ഹോസ്പിറ്റലിനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് പറയൂ. ഒരു പക്ഷേ നിങ്ങൾ അന്ന് അവരുടെ അപ്പൂപ്പനെ സഹായിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ദിവസം വരില്ലായിരുന്നുവല്ലോ. ഇടയ്ക്ക് ഞാൻ ഇതിനൊരു തീരുമാനം കൊണ്ടുവന്നേ തീരൂ. അതുകൊണ്ട് ഗ്രാമത്തിന്റെ ജനങ്ങൾ എല്ലാവരും അതിശയിക്കും. അവന്റെ ഭക്ഷണത്തിൽ ഞാൻ വിഷം കലക്കാൻ പോവാണ്. ആവശ്യം വന്നാൽ ഞാൻ വെള്ളത്തിൽ പോലും വിഷം കലക്കും. അതിനുശേഷം ഞാൻ നോക്കും ആ ഡോക്ടർ അഖിൽ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കണമെന്ന്. ഒന്ന് ശാന്തമായിരിക്കൂ ജമീന്ദാർ സാറേ. അങ്ങനെ മുറിവേൽപ്പിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കൂ. എന്താ പറയുന്നത്? അവന്റെ കുടുംബം. അവൻ അവന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ രാജ്നാഥ്, അമ്മ ശില്പയെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറയൂ. എന്താ? നിങ്ങളോട് വിളിക്കാനല്ലേ പറഞ്ഞത്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ജമീന്ദാർ അഖിലിന്റെ അച്ഛനെയും അമ്മയെയും വീട്ടിലേക്ക് വരാനായി പറഞ്ഞയച്ചു. അത് കേട്ടതും അവരും ജമീന്ദാറിന്റെ വീട്ടിലേക്ക് വന്നു. വരൂ, ഞാൻ നിങ്ങളെ വരവേൽക്കുന്നു. നിങ്ങളുടെ മോൻ ഈ ഗ്രാമത്തിന് തന്നെ അഭിമാനമാണ്. നിങ്ങളുടെ മോനിന് നിങ്ങളുടെ മേലെ നല്ല സ്നേഹമാണ്. സത്യം തന്നെയാണ്. ജമീന്ദാർ രാജ്നാഥിനോട് എന്തു പറഞ്ഞെന്നാൽ, രാജ്നാഥ്, ഇപ്പൊ സത്യം പറയൂ, നിങ്ങളുടെ മോൻ എങ്ങനെയാ കമ്പിളിന്റെ മേലെ ആസ്പത്രിനെ പറക്കാൻ വെക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും കടത്തിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായി ഇവിടെ ഇരിക്കേണ്ടി വരും. ശില്പ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ എന്താണ് കരുതിയത്? വയസ്സായവർ ഞങ്ങൾ, അതും മരണത്തെ കാത്തിരിക്കുന്നവർ ഇതൊക്കെ കണ്ട് പേടിക്കുമെന്നാണോ? ജമീന്ദാർ, നിനക്കും വയസ്സായി കഴിഞ്ഞു. നീ എന്തിനാണ് ഇപ്പോഴും അത്യാഗ്രഹം കാണിക്കുന്നത്? ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ സ്വത്തൊക്കെ എനിക്ക് കിട്ടും. കിട്ടാൻ പാടില്ല. നീ എത്രയും പെട്ടെന്ന് ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോവാൻ പോവാണ്. നീ എന്തു പറയാനാണ് ശ്രമിക്കുന്നത്? നീ നോക്കിക്കൊണ്ടേയിരുന്നോ? രാജ്നാഥ് ഒരു മന്ത്രം പറഞ്ഞു. ത്രികാല സിഗിച്ചാത്തെ സിത്തെ പ്രബാല കമ്പിളി ഉദ്ബിനം സ്വാഹ. അദ്ദേഹം മന്ത്രം പറഞ്ഞതും 2 കമ്പിളി ജമീന്ദാറിന്റെ വീട്ടിലേക്ക് വന്നു.
പിന്നെ രണ്ടുപേരെയും തന്നിൽ അത് ചുറ്റിയെടുത്തു. എന്നിട്ട് അവർ മാഞ്ഞുപോയി.